സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവമംഗലത്തിട്ടുകൊണ്ട് ദേവിയെ കൊല്ലാക്കൊല ചെയ്യുന്നത് ചോദിക്കുവാനും അത് ആവർത്തിക്കാതിരിക്കുവാനും ബാലനും ഗോമതിക്കും കർശനമായ താക്കീത് നൽകുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഉദയഭാനുവും ശ്രീകലയും ബാലന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വീണുപോകുന്ന കാഴ്ച കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ തടി തപ്പുവാൻ വേണ്ടി ഞങ്ങൾ വന്നത് ഇക്കാര്യം ചോദിക്കാൻ വേണ്ടിയല്ല, പകരം വിവാഹം കഴിഞ്ഞതിനു ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ വിവാഹിതരായ ദമ്പതികൾ ചെയ്തു വരാറുള്ള പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് കുടുംബക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത്. ആനന്ദും ദേവിയും ഇതുവരെയും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു സംസാരം വഴിതിരിച്ചു വിടുകയും അതിൽ കൂടി ഉദയഭാനു ബാലനെ തണുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ആനന്ദിനെയും ദേവിയെയും കൂടാതെ ദേവമംഗലത്തുള്ള എല്ലാവരെയും കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞ് ആരുടെയോ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഉദയഭാനുവും ശ്രീകലയും കൂടി പൊങ്കാലയർപ്പണമൊക്കെ നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിലെ വഴിപാടുകൾക്ക് ശേഷം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി എല്ലാവരും കയറുന്ന സമയത്ത് ബാലൻ തൊട്ടടുത്തുള്ള ഒരു ഷെഡിന്റെ കീഴിൽ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഷെഡ് പൊളിഞ്ഞ് ബാലന്റെ മുകളിലേക്ക് വീഴുവാൻ തുടങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ട് ദേവി ഓടി വന്ന് ബാലനെ പെട്ടെന്ന് പിടിച്ചു മാറ്റുകയും ഒടുവിൽ ദേവി ആ ഷെഡിന്റെ അടിയിൽ പെട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേവിയുടെ തലയ്ക്കും ശരീരഭാഗങ്ങളിലുമൊക്കെ ചെറിയ ചെറിയ പരുക്കുകൾ പറ്റുകയും തുടർന്ന് എല്ലാവരും കൂടി ഈ ദേവിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു. ഒടുവിൽ സന്ധ്യയായപ്പോഴേക്ക് എല്ലാവരും വളരെ സങ്കടത്തോടുകൂടി ദേവമംഗലത്തേക്ക് തിരിച്ചെത്തുകയാണ്. തലയിലുള്ള മുറിവൊക്കെ വെച്ച് കെട്ടി ദേവമംഗലത്ത് വന്ന് ദേവി വിശ്രമിക്കുമ്പോൾ ബാലനും ഗോമതിയും വലിയ സങ്കടത്തിലാണ്. പ്രത്യേകിച്ച് ബാലൻ എന്തു പറയണം എന്നറിയാത്ത വല്ലാത്തൊരു സങ്കടം. കാരണം 26,000 രൂപയുടെ പേരിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ബാലൻ ദേവിയെ നിലം തൊടാതെ പൊരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ ആരെയാണോ ആക്രമിച്ചു കൊണ്ടിരുന്നത് ആ വ്യക്തി തന്നെ തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഓടി വന്നത് ഓർക്കുമ്പോൾ ബാലന് സഹിക്കാൻ കഴിയുന്നില്ല. ബാലൻ ദേവിയോട് മാപ്പ് പറയുന്നുണ്ട്. ദേവി മോളാണ് അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചത്. ആ സമയത്ത് മോൾ അവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ ഈ ലോകത്ത് കാണില്ലായിരുന്നു. സത്യത്തിൽ മോൾ ഈ കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. മോളെപ്പോലെ ഒരു മരുമകളെ ലഭിച്ചത് ഈ ദേവമംഗലം തറവാട്ടിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവുമാണ്. അതുകൊണ്ട് മോള് അച്ഛനോട് ക്ഷമിക്കണം. അവിവേകം കൊണ്ട് അച്ഛൻ മോളോട് അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകൾക്കും മോൾ അച്ഛന് മാപ്പ് തരണം. മോള് പലയാവർത്തി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഞാൻ എൻ്റെ ദേഷ്യത്തിന് മോളെ ശകാരിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതെൻ്റെ തെറ്റാണ്. അതുകൊണ്ട് മോൾ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. എല്ലാം അച്ഛനോട് ക്ഷമിക്കണം. അങ്ങനെ ബാലൻ കൂപ്പുകൈകളോടെ ദേവിയുടെ മുമ്പിൽ ക്ഷമ യാചിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ദേവി പറയുന്നുണ്ട്, അയ്യോ ബാലച്ചൻ എന്നോട് ക്ഷമയൊന്നും ചോദിക്കരുത്. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ബാലച്ചൻ എന്നെ വഴക്ക് പറഞ്ഞത് എൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ടതുകൊണ്ടല്ലേ. അതൊന്നും സാരമില്ല ബാലച്ച. എന്തായാലും ഒരപകടം വരാതെ കൃത്യസമയത്ത് ബാലച്ചനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞല്ലോ. അത് ഓർക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നുന്നത്. പിന്നെ എനിക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടുമില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും സാരമില്ല. തുടർന്ന് ബാലൻ ആനന്ദിനോട് പറയുന്നുണ്ട്, ആനന്ദേ, നീ 2 ദിവസം ലീവ് എടുക്കണം. 2 ദിവസം ദേവുമോളുടെ കൂടെ നീ ഇരിക്കണം. ഒരു തരത്തിലുള്ള പരിചരണക്കുറവും ദേവുമോൾക്കുണ്ടാകരുത്. ഇത് കേട്ടുകൊണ്ട് ശരിയച്ചാ, ഞാൻ ഇപ്പോൾ തന്നെ ലീവ് ആപ്ലിക്കേഷൻ അയച്ചേക്കാം എന്ന് ആനന്ദ് പറയുന്നുണ്ട്. തുടർന്ന് ബാലനും ഗോമതിയും മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം ദേവി ചോദിക്കുകയാണ്, ആനന്ദേട്ടാ, എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയും ദിവസം ലീവ് എടുക്കുന്നത്? ജോലിക്ക് പോയിക്കൂടെ? ആനന്ദിന്റെ മുഖത്ത് ഈ സമയത്ത് വല്ലാത്തൊരു ജാള്യതയുണ്ട്. കാരണം ആനന്ദ് പോലും ദേവിയോട് 2-3 ദിവസം മിണ്ടാതെ നടക്കുകയായിരുന്നല്ലോ. എങ്കിലും ആനന്ദ് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ദേവി, ഞാൻ നിന്റെ കൂടെ ഇവിടെ ഇരുന്നോളാം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തന്നെ ചെയ്തു തന്നോളാം. അപ്പോൾ വീണ്ടും ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടാ, എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. പിന്നെ എന്തിനാണ്? എന്തായാലും ഒരു കാര്യം ചെയ്യ്, അല്പസമയം ഞാനൊന്ന് വിശ്രമിക്കട്ടെ. തൽക്കാലം ആനന്ദേട്ടൻ പുറത്തേക്കൊന്ന് പോ. അയ്യോ ദേവി ഉറങ്ങിക്കൂ, ഞാനിവിടെ ഇരുന്നു കൊള്ളാം. ഞാൻ ദേവിയെ ഡിസ്റ്റർബ് ചെയ്യത്തൊന്നുമില്ല. അല്ല, ദേവിക്ക് എന്തെങ്കിലും കഴിക്കണോ അതോ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? ഇല്ല ആനന്ദേട്ടാ, എനിക്കൊന്നും ഇപ്പോൾ വേണ്ട. അല്പസമയം വിശ്രമിച്ചാൽ മതി. ദേവി, നിനക്ക് തലയ്ക്കോ ദേഹത്തിനോ എന്തെങ്കിലും വേദനയുണ്ടോ? ഇല്ല ആനന്ദേട്ടാ, എൻ്റെ വേദനയെല്ലാം മാറി. നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? ശരിക്കും വേദന മാറിയിട്ടുണ്ടോ? അതെ ആനന്ദേട്ടാ, ഇപ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല, ശരിക്കും മാറിയിട്ടുണ്ട്. എങ്കിലേ ദേവി, നമുക്ക് വൈകിട്ടൊരു സിനിമയ്ക്ക് പോയാലോ? ആനന്ദിന്റെ ഈ ചോദ്യം കേട്ടുകൊണ്ട് ദേവി ആശ്ചര്യത്തോടെ ആനന്ദിനെ തന്നെ തുറച്ചു നോക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇത്രയും ദിവസം എന്നോട് മിണ്ടാതെ അച്ഛനോടൊപ്പം കൂടി എന്നെ വേദനിപ്പിച്ചിട്ട് ഇപ്പോൾ എന്തൊരു അഭിനയമാണ്. പൊന്നെ ചക്കരെ വിളിച്ച് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു കള്ളൻ. എന്നിട്ട് വീണ്ടും ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടാ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാൻ എങ്ങോട്ടും വരുന്നുമില്ല. കുറച്ചു സമയം ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ആനന്ദേട്ടൻ തൽക്കാലം മുറിക്ക് പുറത്തേക്കൊന്ന് പോ.
അപ്പോൾ ആനന്ദ്, ശരി ദേവി, അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം, ദേവി വിശ്രമിച്ചു. ഇത് പറഞ്ഞ് ആനന്ദ് പുറത്തേക്ക് വരുമ്പോൾ ബാലൻ ഇത് കാണുകയാണ്. ബാലൻ ചോദിക്കുന്നുണ്ട്, ആനന്ദേ, നീ എന്താണ് പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത്? ദേവിമോളുടെ കൂടെ അവിടെ ഇരിക്കുകയും മോൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് നീയല്ലേ? അച്ഛാ, ദേവി പറയുന്നത് അവൾക്കൊന്നും വേണ്ടെന്നാണ്. കുറച്ച് സമയം അവൾക്ക് ഉറങ്ങണം അത്രേ. അതുകൊണ്ട് ഞാൻ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. ആനന്ദ, ഞാനൊരു കാര്യം നിന്നോട് പറയാം. നീ ഒരിക്കലും ദേവിമോളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. അരുതാത്ത പല കാര്യങ്ങളും ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ദേവിമോൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നീ തന്നെ ചെയ്തു കൊടുത്തിരിക്കണം. അവളുടെ എല്ലാ കാര്യങ്ങളും നീ നോക്കി നടത്തണം. അവൾ ശരിക്കും പാവമാണ്. ഈ കുടുംബത്തേക്ക് ദൈവം അയച്ച ഒരു ദേവതയാണ് ദേവിമോൾ. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മോളെ നീ പരിഗണിക്കണം. മോളുടെ മനസ്സ് വേദനിച്ചാൽ അത് ദൈവം ഒരിക്കലും നമ്മളോട് ക്ഷമിക്കില്ല. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ എവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് ആര്യൻ ഒരു 10,000 രൂപ എടുത്ത് ബാലൻ്റെ നേർക്ക് നീട്ടുകയാണ്. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്? അച്ഛാ, ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എല്ലാ മാസവും എൻ്റെയും മിത്രയുടെയും ചെലവിന് വേണ്ടി 10,000 രൂപ വീതം ഞാൻ തന്നുകൊള്ളാമെന്ന്. അച്ഛനത് സമ്മതിക്കുകയും ചെയ്തതല്ലേ? ആ പൈസയാണിത്. പെട്ടെന്ന് ഗോമതി പറയുന്നുണ്ട്, ആര്യ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ അങ്ങ് സമ്മതിച്ചു എന്നേ ഉള്ളൂ. ഇല്ലമ്മേ, ഇതൊന്നും സാരമില്ല. ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ചെലവുകൾ അച്ഛന് വലിയ ഭാരം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയിൽ നിന്നൊരു ഭാഗം ഈ വീട്ടിൽ ഞങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിച്ചേ പറ്റൂ. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പണം ബാലൻ്റെ നേരെ ആര്യൻ വെച്ച് നീട്ടുകയാണ്. ബാലൻ അപ്പോൾ ആ പണം കൈനീട്ടി വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ മിത്രയ്ക്കും വലിയ സന്തോഷമായി. തുടർന്ന് ഇരുവരും മുറിയിലേക്ക് പോകുമ്പോൾ ആര്യൻ മിത്രയോട് ചോദിക്കുന്നുണ്ട്, അല്ല മിത്രേ, നീ കുറച്ച് ദിവസങ്ങളായി പറയുന്നുണ്ടല്ലോ നിന്റെ ട്യൂഷൻ്റെ കാര്യത്തെക്കുറിച്ച്. 2 പ്രാവശ്യം അച്ഛനത് പൊളിച്ചടുക്കിയതാണ്. വീണ്ടും നീ ട്യൂഷൻ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അത് നിന്റെ ഉറച്ച തീരുമാനം തന്നെയാണോ? അതെ ആര്യ, എൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ്. എനിക്കും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം. അങ്ങനെ ഞാനും കൂടി കുറച്ച് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതല്ലേ? എന്തായാലും അപ്പച്ചി നാളെ തന്നെ അച്ഛനോട് പറഞ്ഞ് അനുവാദം വാങ്ങിത്തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശരി ശരി, നടന്നാൽ കൊള്ളാം. എന്തായാലും മിത്ര, ഒരു കാര്യം, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ആര്യൻ മിത്രയുടെ നേർക്ക് നീട്ടുകയാണ്. പെട്ടെന്ന് മിത്ര, അയ്യോ ആര്യ, ഈ പൈസ എനിക്കെന്തിനാണ്? എനിക്ക് വേണ്ട. എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു മുടക്കവും വരാതെ ആര്യൻ തന്നെ നോക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പൈസ കൂടി എനിക്കിപ്പോൾ എന്തിനാണ്? ആര്യൻ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ ഞാനും കൂടി ഒരു ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി ആര്യന് തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. മിത്രേ, നിനക്ക് വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണില്ലേ? അതിനൊക്കെ എപ്പോഴും എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ കൈനീട്ടേണ്ടി വരില്ലേ? അതുകൊണ്ട് കുറച്ച് പൈസ നിന്റെ കയ്യിലിരിക്കട്ടെ. അതൊന്നും സാരമില്ല ആര്യ. എനിക്ക് എന്താവശ്യം വന്നാലും ഞാൻ അപ്പോൾ തന്നെ ആര്യനോട് ചോദിച്ചോളാം. അതിനൊന്നും എനിക്ക് ഒരു മടിയുമില്ല. തൽക്കാലം ഈ പൈസ ആര്യൻ തന്നെ സൂക്ഷിച്ചാൽ മതി. എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ആര്യൻ ആ പണം ഷെൽഫിനുള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. തുടർന്ന് കാണുന്നത് ബാലനും ഗോമതിയും തമ്മിലുള്ള സംസാരമാണ്. ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടൻ ആര്യൻ്റെ കയ്യിൽ നിന്നും ആ പണം വാങ്ങിയത് ഒട്ടും ശരിയായില്ല. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഗോമതി, ഞാൻ ആ പൈസ വാങ്ങിയത് വെറുതെ അല്ല. അവന് കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാകണമെങ്കിൽ ഞാനത് വാങ്ങിയേ പറ്റൂ. ബാലേട്ടാ, ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ബാലേട്ടന് മനസ്സിലാകുന്നുണ്ടോ? ആനന്ദിന് ശമ്പളം കിട്ടിയാൽ 1 രൂപ പോലും അവന് വേണ്ടി എടുക്കാതെ എല്ലാം ബാലേട്ടൻ്റെ കയ്യിൽ കൊണ്ടു തരും. ആകാശിനാണെങ്കിൽ ബാലേട്ടൻ ശമ്പളം എന്ന് പറഞ്ഞുകൊണ്ട് നയ പൈസ കൊടുക്കാറില്ല. അവൻ കടയിൽ വരുന്നു, തിരികെ വീട്ടിൽ വരുന്നു. അവൻ 1 രൂപ പോലും ബാലേട്ടനോട് ചോദിക്കാറുമില്ല. സത്യത്തിൽ അവൻ്റെ ചിലവുകളൊക്കെ നടന്നു പോകുന്നത് മിത്രയുടെ കയ്യിൽ നിന്നും ഇരന്നു വാങ്ങിയിട്ടാണ്. അതിൻ്റെയൊക്കെ നാണക്കേട് എത്ര അധികമാണെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ആര്യൻ്റെ കയ്യിൽ നിന്നും 10,000 രൂപ ബാലേട്ടൻ വാങ്ങി. ബാലേട്ട, നമ്മുടെ ആൺമക്കൾ 3 പേരും വിവാഹിതരായി. 3 മരുമക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആ കുട്ടികൾക്ക് എന്തൊക്കെയായിരിക്കും തോന്നുക? ഒരുപക്ഷെ പുറമെ പ്രകടിപ്പിക്കുകയോ തുറന്നു പറയുകയോ ചെയ്തില്ലെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ അതൊരു വേദനയായി കിടക്കില്ലേ? ഗോമതി, നമ്മുടെ മക്കളുടെ ആരുടെയും അധ്വാനത്തിൽ നിന്നും ഒരു നയാ പൈസ പോലും എനിക്ക് ആവശ്യമില്ല. നിനക്കതറിയില്ലേ? അവരുടെ 3 പേരുടെയും പേരിൽ പ്രത്യേകമായ അക്കൗണ്ടുകളുണ്ട്. ആനന്ദ് തരുന്ന പൈസ ആ ദിവസം തന്നെ അവൻ്റെ അക്കൗണ്ടിൽ ഞാൻ നിക്ഷേപിക്കും. രാമേട്ടനും ധർമ്മനും ശമ്പളം കൊടുക്കുന്ന ദിവസം തന്നെ ആകാശിൻ്റെ അക്കൗണ്ടിലേക്കും അവൻ്റെ ശമ്പളമായി ഒരു തുക ഞാൻ ഇടാറുണ്ട്. ഇപ്പോൾ ആര്യൻ തന്നിരിക്കുന്ന ഈ പൈസ, ഇത് നാളെ അവൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇടും. ഈ പൈസയൊന്നും എനിക്ക് ആവശ്യമില്ല. ഇനി ഒരുപക്ഷെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ പോലും അവരുടെ പണമൊന്നും ഒരിക്കലും ഞാൻ തൊടില്ല. ബാലേട്ട, എനിക്കതൊക്കെ അറിയാം. അവരവരുടെ അക്കൗണ്ടുകളിൽ തന്നെയാണ് ബാലേട്ടൻ നിക്ഷേപിക്കുന്നത്. പക്ഷേ അവർക്കതറിയില്ലല്ലോ. അവരുടെ ഭാര്യമാർക്കും അതറിയില്ല. നാളെ എന്തെങ്കിലും കാരണത്താൽ ഇവിടെ ഒരു സംസാരമുണ്ടായാൽ നമ്മുടെ മക്കൾ പറഞ്ഞില്ലെങ്കിലും മരുമക്കൾ ചിലപ്പോൾ ബാലേട്ടൻ്റെ മുഖത്ത് നോക്കി അത് ചോദിച്ചു പോയാൽ നമുക്കത് താങ്ങാൻ പറ്റുമോ? അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ അത് ബാലേട്ടന് നാണക്കേടല്ലേ?
ഗോമതി, നമ്മുടെ മക്കളും മരുമക്കളും ഒന്നും ഈ കാര്യത്തെപ്പറ്റി നമ്മളോട് ഒറ്റ വാക്കുപോലും ചോദിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ആര്യൻ്റെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. അവൻ കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. മാത്രവുമല്ല, ആ കൂട്ടത്തിൽ അവൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ എന്നെപ്പോലെ തന്നെ വാശിയുള്ളവനാണെന്നാണ്. അവനിൽ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആര്യൻ എന്നേക്കാൾ മിടുക്കനാണ്. എനിക്ക് പണിയെടുത്ത് പണം സമ്പാദിച്ച് എല്ലാവരുടെയും മുൻപിൽ തല ഉയർത്തി നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ആര്യൻ അവൻ പണിയെടുക്കുക മാത്രമല്ല, ആ കൂട്ടത്തിൽ അവൻ്റെ പഠനവും നടത്തുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ പലപ്പോഴും എൻ്റെ കണ്ണുകൾ നിറയും. പക്ഷേ ബാലേട്ടൻ അവനെ കാണുമ്പോഴൊക്കെ കടിച്ചു കീറാൻ ചെല്ലുന്നതാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. മിത്രയ്ക്കാണെങ്കിൽ അത് കാണുന്നത് തന്നെ വലിയ സങ്കടമാണ്. അത് പിന്നെ ഗോമതി, അവന് ചില ഉത്തരവാദിത്തങ്ങളും ചൂടും ചുമതലയും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ അവനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ബാലേട്ട, എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും അവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അവർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. ദേ ഗോമതി, നിനക്കറിയാമല്ലോ എൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്. ഇതിനപ്പുറത്തേക്ക് ഇറങ്ങി അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നീ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് പറഞ്ഞിട്ട് ബാലൻ ലൈറ്റ് അണച്ചിട്ട് കട്ടിലിൽ വന്ന് കിടക്കുകയാണ്. തുടർന്ന് കാണുന്നത് അതിരാവിലെ തന്നെ ദേവി ഉണർന്നെഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറുന്ന കാഴ്ചയാണ്. അപ്പോൾ അടുക്കളയിൽ മീനാക്ഷിയുണ്ട്. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അയ്യോ ചേച്ചി എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ചേച്ചിക്ക് വയ്യാതിരിക്കുകയല്ലേ? കാര്യമായിട്ട് റെസ്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നോ? അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. അത് മീനു, ഞാൻ എല്ലാ ദിവസവും അതിരാവിലെ ഉണർന്ന് ശീലിച്ചു പോയതുകൊണ്ട് ആ സമയത്ത് അങ്ങ് ഉണരും. പിന്നെ കിടന്നാൽ ഉറക്കം വരില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നത്. ആ എങ്കിൽ ചേച്ചി അവിടെ ഇരിക്കും, ഞാനൊരു ചായ ഇട്ട് തരാം. അയ്യോ വേണ്ട മീനു, ഞാൻ ചായ ഇട്ട് കുടിച്ചോളാം. അതെന്താ ചേച്ചി, ഞാനൊരു ചായ ഇട്ട് വന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? തൽക്കാലം ചേച്ചി അങ്ങോട്ടിരിക്കും, ഞാൻ ചായ ഇടാം. ഇത് പറഞ്ഞിട്ട് മീനാക്ഷി ചായക്കുള്ള വെള്ളമെടുത്ത് ഗ്യാസിലേക്ക് വെക്കുകയാണ്. തുടർന്ന് മീനാക്ഷി ദേവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേവി സങ്കടത്തോടെ കുനിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എങ്ങനെയുണ്ട്? വേദനയൊക്കെ മാറിയോ? അതോ ഇപ്പോഴും വേദനയുണ്ടോ? ഇല്ല, വേദനയൊക്കെ ഇന്നലെ തന്നെ മാറി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് ചേച്ചിയുടെ മുഖത്തൊരു വല്ലാത്ത സങ്കടം പോലെ? ഒന്നുമില്ല മീനു, ഒരു സങ്കടവുമില്ല. ചേച്ചി കള്ളം പറയല്ലേ. ചേച്ചിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ചേച്ചിയുടെ മുഖത്ത് നല്ല സങ്കടം നിഴലിച്ച് നിൽപ്പുണ്ട്. എന്തായാലും അത് എന്നോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ ദേവി പറയുകയാണ്, അത് പിന്നെ മീനു, 2-3 ദിവസമായിട്ടേ ബാലച്ചൻ എന്നോട് മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. ആ സമയം മുതൽ ആനന്ദേട്ടനും എന്നോടുള്ള സംസാരം നിർത്തി. ഇന്നലെ രാവിലെ പൊങ്കാലയ്ക്ക് പോകാൻ റെഡിയാകുന്ന സമയത്ത് ഞാൻ ആനന്ദേട്ടനോട് എൻ്റെ സാരി ഒന്ന് പിടിച്ചു തരാൻ പറഞ്ഞിട്ട് ആനന്ദേട്ടൻ അത് മൈൻഡ് ചെയ്യാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചിട്ടും അതിനൊന്നും മറുപടി പറഞ്ഞുമില്ല. എന്നോട് നല്ല പിണക്കത്തിലായിരുന്നു. ഈ സാരി എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ട് അത് കേൾക്കാത്ത ഭാവത്തിലിരുന്ന് കളഞ്ഞു. സത്യത്തിൽ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി. എന്നാൽ എനിക്ക് പരുക്ക് പറ്റി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആള് പാടെ അങ്ങ് മാറി. അതിൻ്റെ കാരണം എനിക്ക് പരുക്ക് പറ്റിയതൊന്നുമല്ല, ബാലച്ചൻ എന്നോട് മിണ്ടിയതാണ്. ബാലച്ചൻ എന്നോട് പിണങ്ങിയപ്പോൾ ആനന്ദേട്ടനും പിണങ്ങി. ബാലച്ചൻ മിണ്ടിയപ്പോൾ ആനന്ദേട്ടനും മിണ്ടി. പരുക്ക് പറ്റിയിട്ട് ഞാനിവിടെ തിരിച്ചു വന്നതിന് ശേഷം എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു. എൻ്റെ സാരി നല്ല സൂപ്പറായിരുന്നു. അതുടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സൗന്ദര്യമായി. പിന്നെ കുടിക്കാൻ പാല് വേണോ, ചായ വേണോ, കഴിക്കാൻ എന്താ വേണ്ടത്, വൈകിട്ട് സിനിമയ്ക്ക് പോകണോ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു സ്വസ്ഥത തരാതെ എൻ്റെ ചുറ്റിലും നടക്കുകയായിരുന്നു. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ആകെ കൂടി അങ്ങ് ദേഷ്യം വന്നിട്ട് ഞാൻ ഒടുവിൽ മുറിക്കകത്തുനിന്ന് തന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടു. എനിക്ക് മനസ്സിലാകുന്നില്ല ആനന്ദേട്ടൻ എന്താ ഇങ്ങനെയായി പോകുന്നതെന്ന്. അപ്പോൾ മീനാക്ഷി പറയുകയാണ്, ചേച്ചി അത് കാര്യമാക്കുകയേ വേണ്ട. ആനന്ദേട്ടൻ മാത്രമല്ല, ഈ വീട്ടിലെ 3 ആൺമക്കളും ഇങ്ങനെ തന്നെയാണ്. ചില സമയത്ത് ഇവരുടെയൊക്കെ സ്വഭാവം കാണുമ്പോൾ നമ്മളങ്ങ് വെറുത്തു പോകും. ആകാശിനാണെങ്കിൽ എന്നെ നന്നായിട്ടറിയാം. എൻ്റെ സ്വഭാവം എന്താണെന്നറിയാം. ഞാനും ആകാശം കുറേ കാലം സ്നേഹിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരാകുന്നത്. എന്നിട്ട് പോലും ആകാശ് ഇതേ പരിപാടി എന്നോട് കാണിച്ചിട്ടുണ്ട്. ആണോ? അതെപ്പോഴാ? അത് ചേച്ചിക്കറിയില്ലേ? അന്ന് ട്യൂഷൻ്റെ പേരിൽ ഞാൻ മിത്രയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛനെന്നെ എടുത്തിട്ട് കുടഞ്ഞൊരു ദിവസം, അത് ഓർമ്മയില്ലേ? അന്ന് ആകാശ് എന്നോട് മിണ്ടിയില്ല. ഞാൻ മുറിക്കകത്ത് കയറി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടിട്ട് ആകാശിന് ഒരു മനസ്സിലും തോന്നിയില്ല. ഞാനത് ആകാശിനോട് സംസാരിച്ചപ്പോൾ ആകാശ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അച്ഛനെ ന്യായീകരിക്കുകയായിരുന്നു. പിന്നീട് അച്ഛൻ എന്നോട് സംസാരിച്ചപ്പോഴാണ് ആകാശും എന്നോട് മിണ്ടാൻ വന്നത്. അതുവരെ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു. ആകാശ് കൂടി എന്നോട് മിണ്ടാതായപ്പോൾ സത്യത്തിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ആകാശ് മാത്രമല്ല, അതേ ടൈപ്പ് തന്നെയാണ് ആര്യനും. നമ്മൾ 2 പേരും അനുഭവിച്ചതുപോലെ തന്നെ മിത്രയും കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ 3 ആൺമക്കളും ഒന്നിനൊന്നിനും മെച്ചമാണ്. അച്ഛൻ പറയുന്നതിനപ്പുറം ഒരാളും ചലിക്കില്ല. ഇവരെ ഒന്നും ഈ ജന്മത്ത് നമുക്ക് തിരുത്താനും പറ്റില്ല. ഇതിങ്ങനെയൊക്കെ അങ്ങ് പോകും. നമ്മൾ പെണ്ണുങ്ങളെ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ അങ്ങ് ജീവിച്ചു പോവുക, അത്രയേ ഉള്ളൂ മാർഗം.
ഇതൊക്കെ കേട്ടിട്ട് ദേവി അങ്ങനെ അത്ഭുതത്തോടെ മീനാക്ഷിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സ്തബ്ധയായിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് ഗോമതി വല്ലാത്ത പരിഭ്രമത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് കണ്ടുകൊണ്ട് മീനാക്ഷി അടുത്തേക്ക് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തു പറ്റി? രാവിലെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്തു പറയാനാ മീനു, ഒരു സ്വസ്ഥതയുമില്ല മനസ്സിന്. എന്താമ്മ എന്തു പറ്റി? സ്വസ്ഥത നഷ്ടപ്പെടാൻ രാവിലെ അച്ഛൻ എന്തെങ്കിലും പ്രത്യേകിച്ച് വഴക്കുണ്ടാക്കിയോ? അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, ഇച്ചിരി കഴിയുമ്പോൾ വഴക്കുണ്ടാക്കും, അതോർത്തിട്ടാണ്. അതിനു മാത്രം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്വസ്ഥതയും തരാതെ ഒരുത്തി എൻ്റെ പിറകിന് നടക്കുകയാണ്. ഈ വീട്ടിൽ എനിക്കൊരു അമ്മായിയമ്മയില്ല, അതിൻ്റെ കേട് തീർക്കാൻ വേണ്ടി ഒരുത്തി എത്തിയിട്ടുണ്ട്. അമ്മ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? അവളുടെ തന്നെ ആ മിത്രയോ? മിത്ര എന്ത് ചെയ്തെന്നാ അമ്മ പറയുന്നത്? അവളെ ട്യൂഷൻ എടുക്കാൻ വീണ്ടും പുറപ്പെടാൻ പോവുകയാണ്. അതിന് അനുവാദം അച്ഛനോട് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പിറകിന് നടന്ന് എന്നെ ശല്യം ചെയ്യുകയാണ്. ഞാനാണെങ്കിൽ പല ആവർത്തി പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ലെന്ന്, പക്ഷെ അവൾ വിടില്ല. അവൾ എന്നെക്കൊണ്ട് സമ്മതം വാങ്ങിച്ചെടുത്തേ അടങ്ങൂ. എനിക്കാണെങ്കിൽ ബാലേട്ടൻ്റെ മുമ്പിൽ ഈ കാര്യം പറയാൻ ചെല്ലാൻ തന്നെ പേടിയാണ്. ട്യൂഷൻ്റെ പ്രശ്നം ഈ വീട്ടിൽ 2 പ്രാവശ്യം സംഭവിച്ചതാണ്. അന്ന് ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ മോൾക്കറിയാലോ. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ട്യൂഷൻ പ്രാന്ത്. ആര്യൻ അവളെ കല്യാണം കഴിച്ച് അന്ന് തുടങ്ങിയതാണ് എനിക്ക് അവളെ കൊണ്ടുള്ള ഈ തലവേദന. അമ്മ എന്താ പറഞ്ഞത്? ആര്യൻ അവളെ കല്യാണം കഴിച്ചെന്നോ? ആര്യനെ കൊണ്ട് അവളെ അമ്മ കല്യാണം കഴിപ്പിച്ചു എന്ന് പറ. ഹോ, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴാനൊന്ന് നോക്കിയിരിക്കുകയാണ് നീ. അതേ കീറി പിടിച്ചോണ്ട് എനിക്കിട്ട് കൊട്ടാൻ അല്ലേ? ഈ സമയത്ത് മിത്ര ഗോമതിയെ തിരക്കി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി അപ്പച്ചി, അങ്കിളിനോട് സംസാരിച്ചോ? ഇല്ല മിത്ര, ഞാൻ സംസാരിച്ചില്ല. അയ്യോ, ഇതുവരെ സംസാരിച്ചില്ലേ അപ്പച്ചി? അപ്പച്ചി ഇപ്പം തന്നെ പോയി അങ്കിളിനോട് സംസാരിക്കേ. അല്പം കഴിഞ്ഞാൽ അങ്കിൾ കടയിലേക്ക് പോകും. പിന്നെ രാത്രിയിലേ വരുവുള്ളൂ. അന്നേരത്തെ മൂഡ് എന്തായിരിക്കും എന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് പറ. ആ ശരി, ഞാൻ പറയാം. ഇത് പറഞ്ഞുകൊണ്ട് ഗോമതി പതിയെ ബാലൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ബാലൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ തന്നെ ഗോമതിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഗോമതി വിക്കി വിക്കി ചോദിക്കുകയാണ്, ബാലേട്ടന് ചായ വേണോ? ആ ഗോമതി, എനിക്കൊരു ചായ വേണം. ആ ശരി ബാലേട്ടാ, ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗോമതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പെട്ടെന്ന് തന്നെ ഗോമതി മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ടുകൊണ്ട് മിത്ര ചോദിക്കുകയാണ്, അപ്പച്ചി അങ്കിളിനോട് ചോദിച്ചില്ല അല്ലേ? എനിക്കറിയാം അപ്പച്ചി ചോദിക്കില്ല. സാരമില്ല, ഇനിയിപ്പോൾ അപ്പച്ചി ചോദിക്കണ്ട, ഞാൻ തന്നെ ചോദിച്ചോളാം. അല്ല മോളെ, അത് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ ബാലേട്ടൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്. ശരി, അപ്പച്ചി പോയി പതിയെ ചായയൊക്കെ ഇട്ട് അത് നന്നായിട്ട് ആറിച്ചു കൊണ്ടുപോവാ. അപ്പോഴേക്ക് ഞാൻ പോയി പറഞ്ഞോളാം. ആവശ്യം അപ്പച്ചിയുടേതല്ലോ, എൻ്റെതല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ അനുവാദം വാങ്ങിക്കോളാം. ഇത് പറഞ്ഞ് മിത്ര ബാലൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ്. തുടർന്ന് ബാലൻ്റെ മുമ്പിലേക്ക് എന്നിട്ട് അങ്കിളെ എന്ന് മിത്ര വിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ച് ബാലൻ തിരിയുകയാണ്. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, അങ്കിളിനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതിനെന്താ മോള് ചോദിക്ക്. അങ്കിളെ, ആര്യൻ രാവും പകലുമില്ലാതെ പല ജോലികൾ ചെയ്ത് കഷ്ടപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടാകുന്നുണ്ട്. ആര്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അതിൻ്റെ ഒരു വീതം അങ്കിളിൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസവും കൊണ്ട് തരികയും ചെയ്തു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കും ആര്യനും വിവാഹം കഴിക്കേണ്ടി വന്നു. ആര്യനെ പോലെ തന്നെ പഠിക്കുന്ന ഒരാളാണ് ഞാനും. പക്ഷേ ആര്യൻ മാത്രം ജോലി ചെയ്യുമ്പോൾ അതെനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ടാക്കുന്നുണ്ട്. കുറച്ച് നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ജോലി പാർട്ട് ടൈമായിട്ട് ഞാനും കൂടി ചെയ്താൽ അത് ആര്യന് ഒരു വലിയ സഹായമാകുമല്ലോ എന്നുള്ളത്. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് ആരംഭിക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതിന് അങ്കിൾ എനിക്ക് അനുവാദം തരണം. എൻ്റെ പഠനകാര്യത്തിൽ എനിക്ക് നല്ല ചിലവുകൾ പലപ്പോഴും വരാറുണ്ട്. അതിനൊക്കെ ഇത്രമാത്രം കഷ്ടപ്പെടുന്ന ആര്യനെ ഞാൻ വീണ്ടും വീണ്ടും ആശ്രയിക്കുകയാണ്. അതിനെനിക്ക് കുറ്റബോധവുമുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് അത്രമാത്രം കഷ്ടപ്പാടൊന്നുമില്ലല്ലോ ട്യൂഷൻ എടുക്കുന്നതിൽ. അതിൽ കൂടി എൻ്റെ ചിലവുകൾക്കുള്ളൊരു തുക എനിക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. അതിന് അങ്കിൾ എന്നെ അനുവദിക്കണം. അങ്കിളിന് അത് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ട്യൂഷൻ എടുക്കുക എന്നുള്ളത്. മിത്രയുടെ വാക്കുകളെല്ലാം കേട്ടതിനു ശേഷം ഒറ്റ വാക്കുപോലും മറുപടി പറയാതെ പെട്ടെന്ന് ബാലൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ആകാശിനെയും ധർമ്മനെയും വിളിച്ചുകൊണ്ട് കടയിലേക്ക് പോകുവാൻ ഇറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഗോമതി പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഞാൻ ബാലേട്ടനോട് സംസാരിക്കാം. ബാലേട്ടൻ പോയില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഗോമതി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ മിത്ര പറയുകയാണ്, വേണ്ട പച്ചി, അങ്കിളിനോടൊന്നും ചോദിക്കണ്ട. ഇങ്ങനെ പിറകിന് നടക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്കിള് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. വേണ്ട, ഇനി ഈ കാര്യത്തെക്കുറിച്ച് ആരും സംസാരിക്കണ്ട. ഇത് പറഞ്ഞ് മിത്ര ഗോമതിയെ തടയുകയാണ്. പിന്നീട് മിത്ര റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, മിത്രേ, ഞാനിതെല്ലാം കേട്ടു. നമ്മുടെ ആവശ്യം നമ്മൾ അച്ഛനോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിന്റെ താല്പര്യം നീ തന്നെ അച്ഛനോട് പറഞ്ഞു. ആര്യ, ഞാനങ്ങനെ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, അങ്ങനെ തന്നെ വേണം.
ഞാൻ ചിന്തിക്കുകയായിരുന്നു നിന്നെക്കൊണ്ടത് ചോദിപ്പിക്കാതെ ഞാൻ തന്നെ അച്ഛനോട് ചോദിക്കേണ്ടതായിരുന്നുവെന്ന്. ആ കൊള്ളാം, ഞാൻ ചോദിച്ചതുകൊണ്ട് അത് മുഴുവൻ കേട്ടു നിന്നു. ആര്യനായിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ അച്ഛൻ ഓടിച്ചു വിട്ടേനെ. എന്തായാലും മിത്രേ, നീ അച്ഛനോട് സംസാരിക്കാൻ തയ്യാറായല്ലോ. അച്ഛൻ അത് കേൾക്കുകയും ചെയ്തു. മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും സാരമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. ഇവരുടെ ഈ സംസാരങ്ങളെല്ലാം മറഞ്ഞു നിന്നുകൊണ്ട് ദേവി കേൾക്കുന്നുണ്ട്. സാധാരണ ബാലന്റെ ചെവിയിൽ കൃത്യമായിട്ട് ന്യൂസുകൾ എത്തിക്കുന്ന ദേവി തുടർന്ന് മിത്രയെ കണ്ടപ്പോൾ പറയുകയാണ്, മോളെ, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. നിന്റെ മനസ്സിലെ ആഗ്രഹം നീ ബാലച്ചനോട് തുറന്നു പറഞ്ഞു. അതൊരു മിടുക്ക് തന്നെയാണ്. അതിനേക്കാൾ ഉപരി ആര്യൻ നിനക്ക് 100% സപ്പോർട്ടോടുകൂടി നിൽക്കുകയാണ്. അത് വലിയൊരു കാര്യമല്ലേ? എന്തായാലും മിത്രയുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കും. ബാലച്ചൻ ഇപ്പോൾ മിണ്ടാതിറങ്ങിപ്പോയെങ്കിലും സമ്മതിക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ദേവിയുടെ ഇങ്ങനെയുള്ള സംസാരം കേൾക്കുമ്പോൾ മിത്ര ഒരു അതിശയോക്തി കേൾക്കുന്നത് പോലെ അത്ഭുതപ്പെട്ട് ദേവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. തുടർന്ന് കാണുന്നത് വൈകിട്ട് കടയടച്ചിട്ട് ബാലൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് മിത്ര വീണ്ടും ചോദിക്കുകയാണ്, അങ്കിളെ, ഞാൻ രാവിലെ ചോദിച്ച കാര്യത്തിന് ഒരു മറുപടിയും പറയാതെ അങ്കിൾ ഇറങ്ങിപ്പോയല്ലോ. മോളെ, ട്യൂഷൻ എടുക്കുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല. ഇല്ലെങ്കിലും 4 കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കുന്നൊരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, മോളുടെ അച്ഛനും കൊച്ചച്ഛനുമൊക്കെ ഇതറിഞ്ഞാൽ അവർ കരുതുന്നത് ദേവമംഗലത്ത് എല്ലാവർക്കും കൂടി ജീവിച്ചു പോകുവാൻ ഗതിയില്ലാത്തതുകൊണ്ട് ഞാൻ മരുമകളെ ട്യൂഷൻ എടുക്കാൻ വിട്ടു എന്ന് തന്നെയായിരിക്കും. പിന്നെ മോൾ ഈ വിഷയത്തിൻ്റെ പിറകിന് കുറച്ചു നാളായി സങ്കടപ്പെട്ട് നടക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഞാനത് വേണ്ടെന്ന് പറയുന്നില്ല. മോളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഈ വീട്ടിലേക്ക് ട്യൂഷന് വേണ്ടി കുട്ടികളെ വിളിച്ചുകൊണ്ട് വരണ്ട. അവരുടെ വീട്ടിൽ പോയി പഠിപ്പിക്കാൻ അനുമതി ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മോളുടെ പഠനമാണ്. ട്യൂഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നതോടെ പഠിത്തം ഉഴപ്പരുത്. മാത്രവുമല്ല, മോളുടെ കോളേജിലെ ക്ലാസ് തീരുന്ന സമയം വരെ മാത്രം ട്യൂഷൻ എടുത്താലും മതി. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ബാലൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ മിത്ര പറയുന്നുണ്ട്, താങ്ക് യു അങ്കിളെ, എനിക്ക് ഒത്തിരി സന്തോഷമായി. കോളേജിലെ ക്ലാസ് കഴിയുന്ന സമയം വരെ മാത്രമേ ഞാൻ ട്യൂഷൻ എടുക്കുകയുള്ളൂ. പഠിത്ത കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തോളാം. ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്നതും വരുന്നതും ഒന്നും ആരും അറിയാതെ ഞാൻ തന്നെ ശ്രദ്ധിച്ചോളാം. അതൊന്നും ഓർത്ത് അങ്കിൾ വിഷമിക്കണ്ട. മിത്രയ്ക്ക് ട്യൂഷൻ എടുക്കുവാൻ ബാലൻ അനുമതി കൊടുത്തതോടെ ഗോമതിക്കും മീനാക്ഷിക്കും ആകാശിനും ആര്യനുമെല്ലാം ഭയങ്കര സന്തോഷമായി. ഇതിനിടയിൽ പെട്ടെന്ന് ബാലൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അല്ല ദേവി മോളെ, മോളെ MA ഇംഗ്ലീഷ് കഴിഞ്ഞു എന്നൊക്കെയല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ മോള് വെറുതെ ഈ വീട്ടിൽ അടുക്കളപ്പണിയും ഒക്കെ ചെയ്തിങ്ങനെ കഷ്ടപ്പെടാതെ മോൾക്കും എന്തെങ്കിലും ഒരു ജോലി നോക്കിക്കൂടെ? അതാകുമ്പോൾ നിങ്ങൾക്കും ഒരു സമ്പാദ്യമാകുമല്ലോ. അപ്രതീക്ഷിതമായിട്ടുള്ള ബാലന്റെ ഈ സംസാരം കേട്ടിട്ട് ദേവി ഒന്ന് ഞെട്ടുകയാണ്. ദേവിയുടെ ഈ അമ്പരപ്പ് അപ്പോൾ തന്നെ മീനാക്ഷി കാണുകയും അത് നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ബാലന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ അടിയേറ്റതുപോലെ ദേവി അങ്ങനെ പരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത്? അടുത്ത വീഡിയോയിൽ അതേക്കുറിച്ച് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.